ഒരു പെണ്ണ് മംഗലം കഴിച്ചിട്ട് മാപ്പിളുടെ പൊരക്കോയപ്പോ ലോകം പോയപ്പോ മാപ്പിള പെരിച്ചായി മുജായത് ഓനൊരു ഭാഗത്ത് ഓന് ഓളോട് പറഞ്ഞോലു നീ ഉണ്ടല്ല പയതല ഒഴിവാക്കുക കൈ ഇവിടെ തന്നെ കെട്ടണം. എന്നിട്ട് ഓൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞു പൊന്നാര മുളകം പറയുന്ന കക്കണ്ടാ ഉപ്പയാന്ന് നിർത്തും. ഉപ്പ വലിയ സുന്നിയാന്ന് ഉപ്പാൻ്റെ ചിലവില മൊത്തം നടക്കുന്നത് ഉപ്പ ഏറ്റുമ്പോൾ കെട്ടണം. ഇവള് മുസല്ലിയിൽ കുടുങ്ങി. മാപ്പിളയും നോക്കുന്നു, മാപ്പിളുടെ ഉമ്മയും നോക്കുന്നു. ഓനിങ്ങനെ കണ്ണുണ്ടാക്കുന്നു. മേലോട്ട് കെട്ടു ഉമ്മാനെ തോപ്പിക്കാൻ. അന്നേരം ഉമ്മ തായെന്ന് തായക്കെട്ട്. ഇവളെവിടെയാ കെട്ടിയ പുതിയ പെണ്ണു. ഇവളാകെ വേജാറായിട്ട് അവസാനം കൈയ്യട്ടി. അല്ലാഹു അക്ബർ. ഒരാൾക്ക് അടുത്തേക്ക് മറ്റേക്ക് വലത്തെ എന്ന് പറഞ്ഞ പോലത്തെ കഥയപ്പോ പെമ്പിളയുടെ ഡയലോഗ് തന്നെ ഉപ്പാനോട്. ഹലോ കാക്ക 18 നിൽക്കണോ പോണോ? ഇതാണ് ഡയലോഗ്. നിൽക്കണമെങ്കിൽ നിൽക്കുക, പോണെങ്കിൽ പോവുക. സ്നേഹതീരം എന്ന കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ കത്ത് ഒരു പഴയ മാപ്പിളപ്പാട്ടുണ്ട്. പുതിയ തലമുറക്ക് ചിലപ്പോൾ അന്യം നിന്ന് പോയ ഒരു മനോഹരമായ പഴയ മാപ്പിളപ്പാട്ട്. ആ പാട്ടിലൂടെ ആവണം സ്നേഹതീരത്തിന്റെ തീരത്തിലേക്കുള്ള ഒരു യാത്ര. ഇൻഷാ അല്ലാഹ് നോക്ക്, ഈ പാട്ടാണ് ഞാൻ പറഞ്ഞ പഴയ മാപ്പിളപ്പാട്ട്. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ പേർക്കാനെന്താ ജബല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ, സന്തോഷം തേറുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേക്കാനെന്താ ജബല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. സുസ്ഥിരമിൽമിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിവിത്ത് സുബ്ഹാനവനുടെ വിധി പോലൊത്ത്. സുസ്ഥിരമിൽമിക ദൂതനെ വിട്ട് സ്ഥിതിഗതി അഹമ്മദിനെ അറിവിത്ത് സുബ്ഹാനവനുടെ വിധി പോലൊത്ത്. മുല്ലപ്പൂ ഭാഷാംഗത്തിൽ തോഴിയാൽ പറയുന്നു, മെല്ലെ മുഹമ്മദ് ശ്രദ്ധിച്ചു കേൾക്കുന്നു. മന്ത്രിക്കും മട്ടിലൊരു മറുപടി പറയുന്നു, പുഞ്ചിരി തൂകുന്നേ, നാണം കുണുങ്ങുന്നേ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജ ബി മുന്തി മുഹമ്മദിനെ വേൾക്കാനെന്താ ജബല്ല. മാലിനി മണിയായ ഖദീജ ബി ചുളുവിലായി സമ്മതം തേടുന്നേ, സന്തോഷം തേറുന്നേ. മക്കയിലെ കോടീശ്വരിയായ കച്ചവടക്കാരിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീബി മക്കത്ത് ഒരിക്കൽ ഒരു പരസ്യം നടത്തി. പരസ്യം ഇങ്ങനെയാണ്: തന്റെ കച്ചവട സംഘത്തിൽ സത്യസന്ധനായ ഒരു നേതാവിനെ വേണം എന്ന്. തന്റെ കച്ചവട സംഘത്തെ നയിക്കാൻ സത്യസന്ധനായ ഒരു നേതാവിനെ വേണമെന്നതാണ് ഖദീജ ബീബി മക്കത്ത് നടത്തിയ പരസ്യം. ആ പരസ്യത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം പലരും ഖദീജ ബീബിയുടെ വീട്ടിലേക്ക് കയറി വന്നു. വല്ലാണ്ട് ആരെയും ഇഷ്ടപ്പെട്ടില്ല ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ആരെങ്കിലും വരും എന്നൊരു നല്ല പ്രതീക്ഷ തന്നെയാണ് കോടീശ്വരിയായ കച്ചവടക്കാരിയുടെ ഇരിപ്പ്. അപ്പോഴാണ് പിതൃവനായ അബൂ താലിബിന്റെ കൂടെ ഖദീജ ബീബിയുടെ വീട്ടിലേക്ക് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. മറ്റെന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാനാവും ഇവരുടെ വരവ് എന്ന് കാത്തിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഖദീജ ബീബിയെ ഞെട്ടിച്ചുകൊണ്ടാണ് അബൂ താലിബിന്റെ വർത്താനം. അബൂ താലിബ് വിളിച്ചു, ഖദീജ, നിങ്ങളുടെ പരസ്യം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ സഹോദരന്റെ മകനുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. കച്ചവട സംഘത്തിന് സത്യസന്ധനായ ഒരു നേതാവിനെ വേണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ എൻ്റെ മകൻ മുഹമ്മദിനേക്കാൾ വലിയ സത്യസന്ധൻ ഇന്ന് ലോകത്തില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ദൗത്യം എൻ്റെ കുട്ടിക്ക് നൽകിയാൽ സാമ്പത്തികമായി വല്ലാണ്ട് പരാധീനത അനുഭവിക്കുന്ന എൻ്റെ കുടുംബത്തിനത് ഹൈറാകും എന്ന് അബൂ താലിബ് വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഖദീജ ബീബി പുഞ്ചിരിച്ചുകൊണ്ട് വാതിലിന്റെ മറവ് പറ്റിയിട്ട് അബൂ താലിബോട് പറഞ്ഞു, അബൂ താലിബേ, സത്യസന്ധതക്ക് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൻ വന്നാൽ മറ്റൊരാളെ പകരം വെക്കാനാവൂല. അതുകൊണ്ട്
അടുത്ത കച്ചവട സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ ഞാൻ അവരോധിച്ചിട്ടുണ്ട് എന്ന് ഖദീജ ബിബി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ അബൂ താലിബ് പറഞ്ഞു, സാധാരണ നിങ്ങൾ കച്ചവടത്തിന്റെ നേതാക്കന്മാർക്ക് തിരിച്ചു വന്നാൽ കൊടുക്കുന്ന കൂലി 2 ഒട്ടകമാണ് എന്ന് എനിക്കറിയാം. ആ കാലത്ത് ഓരോ ഒട്ടകമാ കൊടുക്കുക, പക്ഷെ ഖദീജ ബിബി 2 കൊടുക്കുക. ആ ഖദീജ ബിബി അബൂ താലിബ് പറഞ്ഞു, എന്റെ മകനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് ഒരു 4 ഒട്ടകമെങ്കിലും കൊടുക്കണം എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു. ഖദീജ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളുടെ മകൻ മുഹമ്മദിന് 4 ഒട്ടകം ഞാൻ സമ്മാനം കൊടുക്കുന്നു കൂലിയായിട്ട്. സാധാരണ 1 കൊടുക്കും, ഖദീജ 2 കൊടുക്കും, മുഹമ്മദ് നബിക്ക് 4 കൊടുക്കും എന്ന് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അബൂ താലിബിനോട് പ്രതിപാദിച്ചു. അങ്ങനെ ഖദീജ പറഞ്ഞ ദിവസം കച്ചവട ദൗത്യം ഏറ്റെടുക്കാൻ പുണ്യനബി ഖദീജ ബിയുടെ വീട്ടിലേക്ക് വരുന്നു. കോടികൾ വിലമതിക്കുന്ന സമ്പത്ത് ഖദീജ ബിബി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുന്നു. ആ കച്ചവട സംഘം വിശുദ്ധമായ മക്കയുടെ ഖദീജ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന്, അഥവാ കഅബത്തിന്റെ 9 മുഴം അടുത്തുള്ള വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാൻ പോവാണ്. ആ കച്ചവട സംഘത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മൈസറ എന്ന വിശ്വസ്ത വേലക്കാരിയെ ഖദീജ ബിബി ചേർക്കുന്നു. കച്ചവട സംഘത്തിന് വേണ്ടി പുണ്യനബിയും സംഘവും ഷാം അടക്കമുള്ള ഭാഗങ്ങളിൽ കച്ചവട യാത്ര ചെയ്യുന്നു. മാസങ്ങൾക്ക് ശേഷം പമ്പിച്ച കച്ചവട ലാഭവുമായി പുണ്യനബി ഖദീജ ബിബിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. തന്റെ വിശാലമായ മാളിക പുറത്തിരുന്നിട്ട് ഖദീജ ബിബി അത്ഭുതകരമായ മനോഹരമായ ഒരു കാഴ്ച കണ്ടു തീർക്കുന്നു. തരുണീമണി ബീബി ഖദീജ മാളിക മുകളിൽ കേറിയിരുന്നു. തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. തരുണീമണി ബീബി ഖദീജ മാളിക മുകളിൽ കയറിയിരുന്നു. തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ. മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന കച്ചവട സംഘത്തിന്റെ അത്ഭുതകരമായ വരവ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തന്റെ വിശാലമായ വീട്ടിന്റെ മാളികപ്പുറത്ത് നിന്ന് കണ്ടു തീർക്കുകയാണ്. നല്ല നട്ടുച്ചവയിലാണ് കച്ചവട സംഘം ഖദീജ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് വരുന്നത്. ഖദീജ ബിബിയുടെ കച്ചവട സംഘം തിരിച്ചു വന്നാൽ പാവങ്ങൾക്ക് സദഖ കിട്ടുമെന്നറിയുന്നത് കൊണ്ട് വീട്ടിന്റെ മുറ്റത്ത് 100 കണക്കിന് പാവങ്ങൾ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പ് ചെയ്ത പാവങ്ങൾക്കിടയിലേക്കാണ് പുണ്യനബിയുടെ കച്ചവട സംഘം വരുന്നത്. വീട്ടിന്റെ മാളികപ്പുറത്തിരുന്ന് തട്ടുംപുറത്തിരുന്നിട്ട് അത്ഭുതകരമായ കാഴ്ച കണ്ടു തീർക്കുന്ന ഖദീജ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം നട്ടുച്ചവയിൽ തിരിച്ചു വരുന്ന പ്രവാചകനും പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ എന്ന 25-കാരനായ ചെറുപ്പക്കാരനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ, നബുവത്ത് കിട്ടിയിട്ടില്ല, ആ പുണ്യനബിയാണ് വരുന്നത്. പുണ്യനബി സഞ്ചരിക്കുന്ന ഒട്ടകത്തിന് മാത്രം നല്ല തണലുള്ള നിഴൽ, ബാക്കിയുള്ളവർ നല്ല വെയിൽ. അത്ഭുതകരമായ കാഴ്ച കണ്ട ഖദീജ മാനത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് പുണ്യനബി നടക്കുന്നതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു മേഘത്തെക്കുറിച്ചാണ്. ഖദീജ വീട്ടിന്റെ താഴേക്ക് ഇറങ്ങി വന്നു. പുണ്യനബി ഖദീജ ബിബിയുടെ വീട്ടിന്റെ മുറ്റത്തും വന്നു. കച്ചവട ചരക്കുകൾ ലാഭവും മുതലും സഹിത കണക്ക് പറഞ്ഞ് ഖദീജ ഏൽപ്പിച്ചു. കണക്ക് പ്രകാരമുള്ള 4 ഒട്ടകം പുണ്യനബിക്ക് സമ്മാനം, അതിലേറെയും സമ്മാനം. കച്ചവട സംഘം തിരിച്ചു വന്നാൽ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് അവർക്ക് കൊടുത്തു. എല്ലാവരും പിരിഞ്ഞുപോയി. തന്റെ ചാരുകസരയിൽ മനോഹരമായ ഒരു പുഞ്ചിരിയുമായി ഖദീജ ബിബി വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. ആ ഒരു വല്ലാത്ത ഗൂഢമായ ഒരു ചിരിയുണ്ടായിരുന്നു ഖദീജ ബിബിക്ക്. മൈസറ മെല്ലെ അടുത്ത് വന്നിട്ട് വിളിച്ചു, ത്വാഹിറ. ത്വാഹിറ എന്നതാണ് ഖദീജ ബിബിയുടെ യഥാർത്ഥമായ ഒരു പേര്. ത്വാഹിറ കണ്ണു തുറന്നു. എന്തേ മൈസറ, എന്തേ ഒരു വല്ലാത്ത ചിരി? അപ്പ പറഞ്ഞു, പമ്പിച്ച ലാഭം എനിക്ക് നേടിയിട്ടുണ്ട് ഇന്നത്തെ കച്ചവടത്തിൽ. അത്ഭുതകരമാണ് ലാഭത്തിന്റെ കഥ. ഇന്നവരെ നേടാത്ത ലാഭമാണ്. കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂദിച്ചു. കച്ചവടവും കഴിഞ്ഞു മുത്ത് റസൂലുള്ള വന്നു. കല്യാണാലോചനയ്ക്കായി ബീവി തൂനിഞ്ഞു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ഇതുവരെ നേടാത്ത വമ്പിച്ച ലാഭത്തിന്റെ കഥ ഖദീജ ബിബി മൈസറോട് പറയാണ്, ഇന്നവരെ ഞാൻ ഇങ്ങനെ ഒരു ലാഭം നേടിയിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മുഹമ്മദിന്റെ കച്ചവടം സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈസറ കച്ചവടത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു. സത്യസന്ധമായ കച്ചവടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ജനങ്ങൾ മക്കത്തെ സാധനത്തിന് വേണ്ടി വന്നുകൂടിയ മനോഹരമായ കാഴ്ചയടക്കം വിവരിച്ചു. അപ്പൊ ചോദിച്ചു, നമ്മുടെ നഫീസ എവിടെ? അന്നേരം പറഞ്ഞു, നഫീസ അപ്പുറത്തുണ്ട്, നീ ഒന്ന് നഫീസയെ വിളിക്കുമെന്ന് വെച്ചു. നഫീസ എന്നത് ഖദീജ ബിബിയുടെ വലങ്കയ്യാണ്.
ഏത് ഗൗരവമുള്ള കാര്യവും നഫീസയോടാ പറയാം. മൈസറ മറ്റൊന്നാണ്. അപ്പൊ നഫീസനെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോ തന്നെ മൈസർക്ക് തോന്നി എന്തോ ഒരു വലിയ കാര്യമുണ്ട്. മൈസറ മെല്ലെ പോയിട്ട് വിളിച്ചു, നഫീസ ത്വാഹിറ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നഫീസ ഉടനെ ഖദീജ ബീവിയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നഫീസ കാര്യമെല്ലാം അറിയിച്ചു മാന്യനബൂ താലിബിന്റെ അരികിലയച്ചു. കല്യാണ കാര്യമാണ്, ഏറ്റവും സന്തോഷമാണ്. കാര്യമബൂ താലിബിനും സമ്മതമാണ്, സമ്മതമാണ്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. നഫീസ വിളിച്ചിട്ട് പറഞ്ഞു, നഫീസ നീ ഒന്ന് അബൂ താലിബിന്റെ വീട് വരെ പോകണം. നഫീസ് എന്തിനാ? നമ്മുടെ കച്ചവട സംഘത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനെ കുറിച്ചൊരു കാര്യം അറിയാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നഫീസ് എന്താണ്? വേറൊന്നല്ല, ആ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുമെന്ന് അറിയാനാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കോ എന്ന് അന്വേഷിക്കാനാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ കച്ചവടത്തിന്റെ അയച്ചപ്പോൾ ഉണ്ടായ പ്രേമമല്ല, അങ്ങനെ കണ്ടിട്ട് കൊതിച്ചതുമല്ല. 2 കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാർ മരിച്ച് വിധവയായിരിക്കുന്ന ഖദീജ ബിബി ഇനിയൊരു കല്യാണം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇനി കല്യാണം വേണ്ട. പല പ്രഭുക്കന്മാർ, രാജാക്കന്മാർ, രാജകുമാരന്മാർ, പൈസക്കാർ, പണക്കാർ, ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചപ്പോഴും കല്യാണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഖദീജ. പക്ഷേ ഖദീജ ബിബി ഒരിക്കൽ കഅബത്തിന്റെ ചാരിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഅബത്തിൽ നിന്ന് കൈ ഇങ്ങനെ വെച്ചാൽ 9 മുഴം അകലെയാണ് ഖദീജ ബിബിയുടെ വീട്. ഖദീജ ബിബിയുടെ വീട്ടിന്റെ ഭാഗത്ത് കഅബത്തിന്റെ മതാഫ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശാലമായ മതാഫ് അവിടെ ഉണ്ടായിരുന്നില്ല. ഖദീജ ബിബിയുടെ വീട്ടിന്റെ ചുമര് മതാഫിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കുറച്ച് കുടുങ്ങിയിട്ടുണ്ടാകുക. ഇപ്പുറത്തുള്ള വീതി അവിടെ ഉണ്ടായിരുന്നില്ല. 9 മുഴം അകലെ. 9 മുഴം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈകൊണ്ട് നടന്ന 9 മുഴം. അത്ര അടുത്താണ് കഅബത്തിന്റെ ചുമരുമായിട്ട് ഖദീജ ബിബി വീടുണ്ടായിരുന്നത്. സത്യത്തിൽ ആ വലിയ വീട്ടിന്റെ അകത്ത് ഇരിക്കുമ്പോഴും കഅബത്തിന്റെ അകത്ത് ബിംബങ്ങൾ ഉണ്ടായിരുന്നു, പൂവിട്ട് പൂജിക്കാനുള്ള ബിംബം. അതിന്റെ ഭാഗത്തേക്ക് ഖദീജ ബിബി നോക്കാറുണ്ടായിരുന്നില്ല. 9 മുഴം അകലെയുള്ള ഖദീജ ബിബി ആ മതാഫില് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജൂത പണ്ഡിതൻ വന്നു. ഒരു വേദഗ്രന്ഥം പഠിച്ച ജൂത പണ്ഡിതൻ. അയാളെ കഅബത്തിന്റെ ചുമരിനോട് ചേർന്ന് ഇങ്ങനെ നിന്നിട്ട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയ കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, അറബികളിൽ അവസാന പ്രവാചകൻ വരാറായിട്ടുണ്ട്, അറബികളിൽ അവസാന പ്രവാചകൻ സമാഗതമാകാനായിട്ടുണ്ട്. എന്നിട്ട് മതാഫിലിരിക്കുന്ന ഖദീജ ബിബി അടക്കമുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങളിൽ ഒരാൾക്ക് ആ പ്രവാചകന്റെ ഭാര്യാപട്ടം അലങ്കരിക്കേണ്ട ഭാഗ്യമുണ്ട്. അപ്പൊ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ കല്ലുപാരിട്ട് എറിഞ്ഞു ഈ ജൂത പണ്ഡിതനെ. പെണ്ണുകുട്ടികൾ ഇങ്ങനെ ഇരിക്കാണ്. കുറെ പെണ്ണുങ്ങൾ, ഖദീജ ബിബി ഒരു നല്ല പെണ്ണാണ്, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് വിധവയായിരിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണുങ്ങൾ നോക്കിയാണ് ജൂത പണ്ഡിതൻ പറയുന്നത്, അറബികളിൽ അവസാന പ്രവാചകൻ സമാഗതമാകാൻ സമയമായിട്ടുണ്ട്. പെണ്ണുങ്ങളെ, നിങ്ങളിൽ ഒരാൾക്ക് ആ പ്രവാചകന്റെ ഭാര്യാപട്ടം അലങ്കരിക്കാൻ ഭാഗ്യമുണ്ട്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ കല്ലുവാരിയായിട്ട് പറഞ്ഞു. ഖദീജ ബിബി ഒന്നും എറിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന് അതിങ്ങനെ കേട്ടു. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. ഖദീജ ബിബി വീട്ടിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ ഒരു കിനാവ് കണ്ടു. ഉറക്കിലാണോ അല്ല ഉണർച്ചയിലാണോ എന്ന് ചോദിച്ചാൽ രണ്ടിലും അല്ലാത്തൊരു കോലത്തിൽ ഖദീജ ബിബി ഇരിക്കും. അപ്പോൾ കിനാവ് കാണുന്നുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിന്റെ മച്ച് പൊളിയുന്നു. എന്ന് പറഞ്ഞാൽ മേൽഭാഗം തകരുന്നു. ആകാശത്തെ സൂര്യൻ ഇറങ്ങി വരുന്നു താഴേക്ക്. ആ സൂര്യൻ ഖദീജ ബിബിയുടെ മടിത്തട്ടിൽ കയറിയിരിക്കുന്നു. പിന്നെ സൂര്യൻ ഇറങ്ങി അങ്ങനെ മാനത്തേക്ക് പോകുന്നു. പലവട്ടം ഈ കിനാവ് ആവർത്തിക്കപ്പെട്ടപ്പോ തന്റെ സഹോദരനായ, തന്റെ ഉമ്മയുടെ ബാപ്പയുടെ ബന്ധത്തിൽ തന്റെ സഹോദരനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദപണ്ഡിതനായ മനുഷ്യന്റെ അടുക്കൽ ഖദീജ പോകുന്നുണ്ട്. വേദപണ്ഡിതനാണ്, നല്ലോണം ഇഞ്ചിയിലും സബൂറും പഠിച്ച ഒരു മനുഷ്യനാണ്, തൗറാത്തും പഠിച്ച മനുഷ്യനാണ് ഈ വറഖത്ത് ബിൻ നൗഫൽ. വറക്കയുടെ അടുത്ത് പോയിട്ട്, സഹോദരനാണ്, ആങ്ങളെയാണ്, കുടുംബപരമായി ആങ്ങളെയാണ്. ഖദീജ ബി ചോദിക്കുന്നുണ്ട്, വറക്ക, ഞാൻ ഇങ്ങനെ ഒരു കിനാവ് കാണുന്നുണ്ടല്ലോ, എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വറക്കത്തെ നൗഫൽ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, ഖദീജ, നീ പിന്നെയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കല്യാണം വേണ്ട,
2 കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് ഇനി ഒരു മനുഷ്യനെ ഞാൻ കഴിക്കുന്നില്ല, അങ്ങനെ ഇരിക്കാണെന്ന് അന്നേരം പറഞ്ഞല്ല. അറബികളിലെ അവസാന പ്രവാചകന്റെ ഭാര്യയാവാൻ നിനക്ക് ഭാഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന് ഖദീജയുടെ മുഖത്ത് നോക്കിയിട്ട് ബറക്കത്ത് ബിൻ ഔഫിനും കൂടി പറഞ്ഞു. ഈ 2 സംഭവങ്ങളെ തന്റെ കൽബിലേക്ക് ആവാഹിച്ചെടുത്ത ഖദീജ ബിബി നഫീസയെ പറഞ്ഞു വിടുന്നു പരിശുദ്ധ റസൂലിന്റെ വീട്ടിലേക്ക്, അബൂ താലിബിന്റെ വീട്ടിലേക്ക്. അബൂ താലിബിന്റെ അടുക്കലേക്ക് നഫീസ വന്നപ്പോൾ അബൂ താലിബും പുണ്യനബിയും കച്ചവടത്തിന്റെ ചർച്ചയിലാണ്. ആ ചർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നഫീസ വരുന്നത്. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ പുണ്യനബി മാറി നിന്നു. അബൂ താലിബിന്റെ അടുക്കൽ വന്ന് നഫീസ പറഞ്ഞു, അബൂ താലിബെ, ഞാൻ ഖദീജ പറഞ്ഞിട്ട് വരാൻ, ത്വാഹിറ പറഞ്ഞിട്ട് വരാൻ. ഖദീജ ബിബിയുടെ പേര് ത്വാഹിറ എന്നാണ്. ത്വാഹിറ എന്ന് കിട്ടാൻ തന്നെ കാരണം പരിശുദ്ധ മദീനാണ്. അങ്ങനെ ജനങ്ങൾ വിളിക്കാൻ തന്നെ കാരണം ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാണ് ഖദീജ ബിബി. ഒരു ബിംബത്തിന്റെ മുന്നിൽ പൂവിട്ട് പൂജിക്കാത്ത പെണ്ണാണ് ഖദീജ ബിബി. ഒരു അനാശാസ വാക്കുകളൊന്നും പറയാത്ത പെണ്ണാണ് ഖദീജ ബിബി. അതുകൊണ്ട് നാട്ടുകാർ ഓമനിച്ച് വിളിച്ച പേരാണ് ത്വാഹിറ, പരിശുദ്ധ മദി. ആ പരിശുദ്ധ മതിയായ ത്വാഹിറ പറഞ്ഞിട്ട് വരാൻ. എന്താന്ന് വെച്ചു, അങ്ങയുടെ സഹോദരന്റെ മകനെ കുറിച്ച് ഒരു ആലോചനക്കാണ്. എന്താ, ജീവിതത്തിലേക്ക് കിട്ടോ നോക്കാൻ, ഭർത്താവായി കിട്ടോ നോക്കാൻ. അപ്പൊ അബൂ താലിബ് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഒരു ഉറുപ്പ്യക്ക് വകയില്ലാത്ത മനുഷ്യനാണ് അന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് കച്ചവടത്തിന് പോയത് തന്നെ. അപ്പൊ ആ നബിയെ, എന്റെ സഹോദരന്റെ മകനെ ഖദീജ കല്യാണം കഴിക്കുക. റസൂൽ ദാനം എല്ലാം വിളിച്ചു. പുണ്യനബിയോട് പറഞ്ഞു, മോനെ ഇങ്ങനൊരു സംഭവമുണ്ട്, എന്തെന്റെ കുട്ടിക്ക് താല്പര്യമുണ്ടോന്ന് വെച്ചു. കാരണം ഖദീജക്ക് 40 വയസ്സുണ്ട്, കുലീന സ്ത്രീയാണ്, എല്ലാം പറഞ്ഞു കൊടുത്തു. നന്നായിട്ട് അറിയാം റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഒന്നും മിണ്ടിയില്ല. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത നാണക്കേടായതുകൊണ്ട് റസൂലുള്ളാഹി തലതാഴ്ത്തി നിന്നു. 3 വട്ടം അബൂ താലിബ് ആവർത്തിച്ചപ്പോ അബൂ താലിബിന്റെ മുഖത്ത് നോക്കി ഒരു വല്ലാത്ത വശ്യമായി ചിരിയും ചിരിച്ചിട്ട് പരിശുദ്ധ റസൂൽ നടന്നു പോയപ്പോ നഫീസയോട് പറഞ്ഞു, എന്റെ കുട്ടിക്ക് താല്പര്യമാണ്, നീ പോയിട്ട് ഖദീജയോട് പറഞ്ഞേന്നു. നഫീസ വരുമ്പോൾ ഖദീജക്ക് ടെൻഷനാണ്. കാരണം അബൂ താലിബ് സമ്മതിക്കോ? ഇനി അബൂ താലിബ് സമ്മതിച്ചാൽ മുഹമ്മദ് സമ്മതിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം? കാരണം ഞാൻ വയസ്സ് കൂടുതലുള്ള പെണ്ണാണ്, 15 വയസ്സുണ്ട് കൂടുതൽ. എല്ലാം വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നഫീസന്റെ വരവ്. അപ്പൊ മൈസറ പറഞ്ഞു, നഫീസ ചിരിച്ചോണ്ടാ വരുന്നേ, സംഗതി ഓക്കെ എന്ന് തോന്നിയെന്നു. ഓടി വന്നപ്പോ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഖദീജ ചോദിക്കുന്നുണ്ട്, നഫീസ എന്താ ഈ കാര്യം? അപ്പൊ പറഞ്ഞു, റെഡിയാണല്ലോ. അവിടെ ശീലവും കോലവും അന്തസ്സും നേരും നെറിയും സകലവും കഴിവോടെ കണ്ട ഖദീജ ബിയാശിച്ചു കൽബിൽ നിറയെ കനത്ത കൊതി വച്ചു. നല്ല മുഹമ്മദ് കല്യാണം ചെയ്യുവാൻ നാരി ഖദീജ ആശിച്ചുറപ്പിച്ചു. പാപ്പാക്കുവൈലിതോടി വിവരങ്ങൾ ബല്ലികത്തോടെ ഖദീജ തന്നാശകൾ. അഴകർ മുഹമ്മദിൻ ശീലവും കോലവും അന്തസ്സും നേരും നെറിയും സകലവും കഴിവോടെ കണ്ട് ഖദീജ ബിയാശിച്ചു കൽബിൽ നിറയെ കനത്ത കൊതി വെച്ചു. അതെ, അന്ത്യപ്രവാചകനാകുന്ന ഒരു മനുഷ്യനെ ഭർത്താവായി കിട്ടണം എന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഖദീജ ബിബി ആ ഉദ്യമത്തിന് തുനിഞ്ഞത്. പിന്നെ കല്യാണാണ്. മക്കയിലെ പ്രഭുക്കന്മാരെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചു. എല്ലാവരും കല്യാണത്തിന് പങ്കെടുത്തു. നല്ലൊരു വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കൊടുത്തു, അടിപൊളിയായിട്ട്. തിന്നാനും കുടിക്കാനും. നിങ്ങളിപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണ് ഒരു കാപ്പി. ഒരു മരിച്ച പിതാവിന് വേണ്ടി മക്കള് സദക്ക ചെയ്യുന്ന ഒരു വെള്ളമാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പിതാവിന്റെ കബറിടത്തിൽ അള്ളാഹു സ്വർഗത്തിന്റെ തോപ്പ് നിറച്ചു കൊടുക്കട്ടെ. ആ പിതാവിന്റെ കബറിട അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ മക്കൾ എന്തുദ്ദേശിച്ചാണോ നിങ്ങൾക്ക് കുടിവെള്ളം തരുന്നത്, ആ മക്കളുടെ മനസ്സിന്റെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആ സഹോദരൻ, ആ മരിച്ച പ്രിയപ്പെട്ട സഹോദരന്റെ കബർ അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൻ നഈമിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ സുഖം ആ കബറിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കല്യാണം നടക്കാൻ കല്യാണത്തിന് നല്ല സദ്യ കൊടുത്തു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഖദീജ ബീവിയുടെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫിത്ന ഉണ്ടല്ലോ. ഭക്ഷണം തിന്നാ പിന്നെ ഏതോ കല്യാണത്തിന് പോയാലും കഴിച്ചിട്ട് ഒരു ഫിത്ന ഉണ്ട്. അൽസ നന്നായി, ചോറ് മോശമായി, അല്ലെങ്കിൽ രണ്ടും നന്നായി, അല്ലെങ്കിൽ വെച്ചോ മോശമായി, അല്ലെങ്കിൽ കൊടുത്ത ആള് തീരെ ശരിയായില്ല, അല്ലെങ്കിൽ ഇറച്ചിക്ക് ഫുള്ള് കൊട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവും, എന്തൊരു ഫിത്ന ഉണ്ടാവും. അത് ഖദീജ ബീവിയുടെ വീട്ടിൽ നടക്കാണ്.
പ്രഭുക്കന്മാര് അവര് ഭക്ഷണത്തെ കുറിച്ചല്ല ചർച്ച, ഭക്ഷണം മുന്തിയ ഭക്ഷണം. പക്ഷെ ചർച്ച എന്താന്ന് പറഞ്ഞാല് ഈ ഖദീജക്ക് എന്തിന്റെ സൂക്കേടാ, ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നല്ല പണക്കാര് സാമ്പത്തികമായി അത്യുന്നതയിലുള്ളവരൊക്കെ കല്യാണത്തിന് ആവശ്യപ്പെട്ടപ്പോ വേണ്ടാന്ന് പറഞ്ഞ ഖദീജ എന്തിനാ ദരിദ്രനായ മുഹമ്മദിനെ തെരഞ്ഞെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇത് നന്നായിട്ട് അറിയുന്ന ആളാണ് ഖദീജ ബീബി. അതുകൊണ്ട് തന്നെ ഖദീജ ബീബി ഇവർ ഈ ഫിത്നയൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ വിളിച്ചു, പണക്കാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, കച്ചവടക്കാരാണല്ലോ എല്ലാവരും. ഖദീജ ബീബി പറഞ്ഞു, നിങ്ങളെന്താ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. സാമ്പത്തികമില്ലാത്ത എന്റെ കച്ചവട സംഘത്തിന്റെ നേതാവിനെ ഞാൻ ഭർത്താവാക്കിയതുകൊണ്ടാണ് നിങ്ങൾ ചർച്ച. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ എന്ന് വെച്ചു. പണക്കാരങ്ങൾ അത്ഭുതത്തോടെ നോക്കി. അപ്പൊ പറഞ്ഞു, ഇന്ന് മുതല് ഖദീജയുടെ മുഴുവൻ സമ്പത്തും എന്റെ ഭർത്താവിന് കൊടുക്കാൻ, എന്റെ എല്ലാം എന്റെ ഭർത്താവിന് കൊടുക്കാൻ. മക്ക പട്ടണത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്റെ ഭർത്താവാണ്, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ഏറ്റവും പൈസ ഇല്ലാത്ത ദരിദ്രവാസി ഞാനാണ്. എന്റെ മൊത്തം എന്റെ ഭർത്താവിന് കൊടുത്തു. റബ്ബേ, പണക്കാർ ഞെട്ടിപ്പോയി. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ കാലത്തെ പെണ്ണുങ്ങളും അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ നമ്മൾ നന്നാകുമായിരുന്നു. കിട്ടും വിചാരിച്ച് കാത്തിക്കണ്ട. നമ്മളെ പെണ്ണുങ്ങളാണ് തന്നത ഓർമ്മ ഉണ്ടാവും. ഒരു പെണ്ണ് വെച്ച് നോക്കിയാട്ടെ, അന്നേരം തിരിയും പെണ്ണാരാന്ന്. അപ്പോ ഖദീജ ബീബി കംപ്ലീറ്റ് കൊടുത്തു, മക്കളെ കൊടുത്തു. മക്കളുണ്ടായി ഖദീജ ബീബിക്ക് റസൂലുള്ളാഹിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കൊടുത്തു മുന്നേ നബിക്ക്. എല്ലാം ദീനിന് സദഖ ചെയ്തു. എല്ലാം റസൂലുള്ളാഹിക്ക് കൊടുത്ത പെണ്ണ്, സമാധാനം കൊടുത്ത പെണ്ണ്, ശാന്തി നൽകിയ പെണ്ണ്, ഓടി വന്നപ്പോൾ പുതപ്പിട്ട് കൊടുത്ത പെണ്ണ്. സമ്മിലൂനി യാ ഖദീജ. ഹിറയിൽ നിന്ന് പാഞ്ഞു വന്നത് ഖദീജാന്റെ വീട്ടിലേക്ക്. സമാധാനം എനിക്ക് തരണേ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് സമ്മിലൂനി യാ ഖദീജ, എനിക്ക് പുതപ്പിട്ട് മൂട് പെണ്ണേ. പുതപ്പിട്ട് മൂടിയിട്ട് അരികത്തിരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാ വേജാറ്? അപ്പൊ പറഞ്ഞു, ഒരു വല്ലാത്ത ജീവി എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇഖ്റ യാ മുഹമ്മദ്, ഇഖ്റ, വായിക്ക മുഹമ്മദേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ലാത്ത വേജാറിലാണ്. വറക്കയുടെ പെങ്ങളായ, വേദപണ്ഡിതനായ വറക്കയുടെ പെങ്ങളായ ഖദീജ ബീബി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ആ വന്നത് നസലൽ അമീൻ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് നിങ്ങൾ. ഞാൻ സത്യപ്പെടുത്തുകയാണ്, വേജാറാവണ്ട. കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ നിങ്ങൾ, പിന്നെന്തിനാ വേജാറ്? എന്നിട്ട് ആ വറക്കയുടെ വീട്ടിലേക്ക് പോയി. വറക്കയാണ് ഖദീജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ പുണ്യ നബിക്ക് എല്ലാം നൽകിയ പെണ്ണ് ഖദീജ ബീബി റസൂലുള്ളാഹി മാത്രമല്ല, മക്കക്കാരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് ഒരു നാൾ ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോയി ഖദീജ. അതൊരു വല്ലാത്ത പ്രയാസം. അഹ്മദിന്റെ ഖദീജ പോയേ, അഹദവന്റെ സുവർഗം കൊള്ളേ, അഹ്മദിന്റെ ഖദീജ പോയേ. മനസ്താപമായി മഹിമൻ നബി, മനോദുഃഖമാൽ ഇരിക്കലായി, അഹദവന്റെ സുവർഗം കൊള്ളേ, അഹ്മദിന്റെ ഖദീജ പോയേ. ത്വാഹ നബി ഇരുന്നു പള്ളി, ആകെ തടിയും തളർന്നു ജീവിൽ. ത്വാഹ നബി ഇരുന്നു പള്ളി, ആകെ തടിയും തളർന്നു ജീവിൽ. ദീനുരയ്ക്കും സമയത്തിൽ ത്വാഹ തന്റെ നയനം വാർന്നു, ദീനുരയ്ക്കും സമയത്തിൽ ത്വാഹ തന്റെ നയനം വാർന്നു, അഹദവന്റെ സുവർഗം കൊള്ളേ, അഹ്മദിന്റെ ഖദീജ പോയേ. അഹദവന്റെ സ്വർഗ്ഗലോകത്തിലേക്ക് അഹ്മദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ തിരിച്ചു. വല്ലാത്ത സങ്കടമായിരുന്നു റസൂലുള്ളാഹി.
കാരണം തനിക്ക് താങ്ങും തണലുമായി നിന്ന 2 പേർ ദിവസങ്ങൾക്കുള്ളിൽ ലോകം വിട്ട് വിട പറഞ്ഞ വേദന. തനിക്ക് എല്ലാത്തിനും താങ്ങും തണലുമായി നിന്ന അബൂ താലിബ് മരിച്ചിട്ട് 3-ാമത്തെ ദിവസം ഖദീജ ബീബി മരിച്ചു. എല്ലാത്തിനും കൂടെ നിന്ന 2 ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വർഷത്തെ ദുഃഖവർഷമായി പുണ്യനബി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഖദീജ ബീബി വഫാത്തായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പാഠങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ, അവരോട് ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക പുണ്യനബി അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ മതത്തിന് വേണ്ടി സദഖ ചെയ്യണമെന്ന്. പണം സദഖ ചെയ്യാൻ അത് പറഞ്ഞ പരിശുദ്ധ റസൂൽ വേറൊന്നും പറയാതെ മണ്ണിലേക്ക് നോക്കി തലകുത്താൻ പിടിച്ചിരുന്നു. എന്തേ പുണ്യനബി ഒന്നും പറയാത്തത് എന്ന് സഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് അവർ നോക്കി. വല്ലാത്തൊരു വേദനയുള്ള കാഴ്ച കൊണ്ടുവരും. റസൂലുള്ളാഹിന്റെ കണ്ണങ്ങനെ നിറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ മുഖത്ത് താടിയിലേക്ക് അലിഞ്ഞു വരുന്ന കണ്ടപ്പോ റസൂലുള്ളാഹി കരയാണല്ലോ എന്ന് കണക്കൂട്ടി സഹാബത്ത് വല്ലാത്ത വിഷമത്തോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി, അങ്ങ് എന്തിനാ കരയുന്നേ? യാ ഹബീബല്ലാഹ്, താങ്കൾക്ക് എന്താ പ്രയാസം? എന്റെ പുണ്യനബി അങ്ങ് എന്തിനാ വിഷമിക്കണത്? അപ്പൊ പരിശുദ്ധ റസൂൽ അവരോട് പറഞ്ഞു, സഹബ, എന്റെ ഖദീജ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്റെ ഖദീജയെ കുറിച്ച് ഓർത്തുപോയി. മക്ക വിലക്ക് വാങ്ങാൻ കഴിവുള്ള സമ്പന്നയായി എന്റെ പാവപ്പെട്ട പെണ്ണ് ഖദീജ ബീബി എല്ലാം എന്റെ കയ്യിലേക്ക് നൽകിയിട്ട് തിരിച്ചു പോയി മയ്യത്തായി കിടന്നപ്പോ എന്റെ ഖദീജക്ക് നേരാമണ്ണം ഒരു കഫം പടവ ധരിപ്പിക്കാൻ ഭർത്താവ് എന്ന നിലയിൽ മുഹമ്മദിനെ കൊണ്ട് പറ്റിയില്ല. തുന്നിക്കൂട്ടിയ വസ്ത്രത്തിലാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി കബറടക്കിയത്. മക്ക വിലക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വര ഖദീജ നേരാമണ്ണം ഒരു കഫം പടവ ധരിക്കാതെയാണ് കബറിന്റെ ആഴികളിലേക്ക് പോയത്. എല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച പാവപ്പെട്ട ഖദീജ ഒന്നുമില്ലാതെയാ പോയത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സങ്കടപ്പെട്ടപ്പോൾ അതിനേക്കാൾ വലിയ സങ്കടത്തിലായിരുന്നു സഹാബത്ത് ഒരു ഭാഗത്തിരുന്നത്. ആരും ഒന്നും പറഞ്ഞില്ല, ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അല്ലാത്തൊരു സങ്കടത്തിൽ ആ പുണ്യനബി ഇരിക്കുന്നത്. അതോടൊപ്പം സഹാബത്തും കരയാൻ തുടങ്ങി. സഹാബത്തിൽ പലരും കണ്ണുനീർ വാർത്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുണ്യനബി, ഞാൻ ഇങ്ങനെ കരഞ്ഞാൽ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്ന് കണക്കൂട്ടി പരിശുദ്ധ റസൂൽ എഴുന്നേറ്റു, ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആ പുഞ്ചിരിയുടെ പിന്നിലും വലിയ വേദനയുണ്ടെന്ന് കണ്ടു ബുദ്ധിമാന്മാരായ സഹാബാക്കൾ. അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നബി പറഞ്ഞു, സഹാബ, കണ്ടില്ലേ നിങ്ങൾ എന്റെ വേദന? അറിഞ്ഞില്ലേ നിങ്ങൾ എന്റെ മനോദുഃഖം? മനസ്സിലാക്കിയില്ല എന്റെ മനോവേദന? അതുകൊണ്ട് എന്റെ വേദന മറക്കാൻ നിങ്ങൾ എനിക്കൊരു മരുന്ന് തരുമോ? എന്റെ വേദന മറക്കാൻ നിങ്ങൾ മരുന്ന് തരുമോ? ആരും റസൂലുള്ളാഹിക്ക് പ്രതികരണം കൊടുത്തില്ല. കാരണം എല്ലാവരും തലതാഴ്ത്തി. റസൂലുള്ളാഹിക്ക് മരുന്ന് കൊടുക്കാനോ? ആർക്ക് മരുന്ന് കൊടുക്കാൻ? എല്ലാം മരുന്ന് പറയുന്ന പുണ്യനബിക്ക് എന്ത് മരുന്ന് കൊടുക്കാനാണ്? അവരെ തലതാഴ്ത്തി എന്നപ്പോ നബി പറഞ്ഞു, മരുന്ന് എന്റെ ശരീരത്തിനല്ല, എന്റെ ഖൽബിനാ മരുന്ന്. സമയത്ത് അനുചരിൽ ചിലരോടായി പറഞ്ഞു മുത്ത്, സുറുറാൽ പറയണം ഒരു കിസ്സ തിരുസവിധത്തിൽ. അഹദോന്റെ ഹബീബുല്ലാഹ് മുഷിപ്പുള്ള സമയത്ത് അനുചരിൽ ചിലരോടായി പറഞ്ഞു മുത്ത്, സുറുറാൽ പറയണം ഒരു കിസ്സ തിരുസവിധത്തിൽ. അതെ, നിങ്ങൾ എനിക്ക് ഒരു കഥ പറഞ്ഞു തരണം. നിങ്ങൾ എനിക്കൊരു കഥ പറഞ്ഞു തരണം. ഖദീജ ബീബിയുടെ വഫാത്തിന്റെ വേദന മറക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളൊരു കഥ പറ. സ്നേഹതീരം എന്ന കഥക്ക് 2 സാക്ഷാത്കാരമാണ്. 2 സാക്ഷാത്കാരം. ഒന്ന് പുണ്യനബി സഹാബത്തോട് പറയാൻ പറഞ്ഞ കഥ. മറ്റൊന്ന് ഇവിടത്തെ സമസ്തയുടെ പ്രവർത്തകർ സുബൈർ തോട്ടിക്കൽ എന്ന ഈ പാവത്തോട് പറയാൻ പറഞ്ഞ കഥ. ഇത് 2 സാക്ഷാത്കാരമാണ് ഈ കഥ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മനസ്സിന്റെ വേദന ഒന്ന് ചുരുക്കാൻ ഒരു കഥ പറഞ്ഞു തരുമോ? ആരും കഥ പറഞ്ഞില്ല. ആരോട് പറയാൻ? പ്രപഞ്ചത്തിന്റെ സത്യങ്ങളും മിഥ്യകളും തിരിച്ചറിഞ്ഞ പുണ്യനബിയോട് കഥ പറയാനും ആരും പറഞ്ഞില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചു, യാ ഇബ്നു ഖുഹാഫ, ആരും കഥ പറയുന്നില്ലല്ലോ അബൂബക്കർ, നിങ്ങളൊരു കഥ പറയോ? അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ പറഞ്ഞപ്പോ സങ്കടത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, റസൂലിന്റെ തിരുത്തോഴൻ അബൂബക്കർ അവരോധി ഹബീബേ
കഥ എന്തെന്ന് അതിനാൽ പറയട്ടെ ഉമർ ഫാറൂഖ് അവരും ഒന്ന് മഹദോന്റെ ഹബീബുള്ള മുഷിപ്പുള്ള സമയത്ത് അനുചരിൽ ചിലരോടായി പറഞ്ഞു മൂത്ത് സുറുറാൽ പറയണം ഒരു കിസ്സ തിരുസവിധത്തിൽ. കഥ പറയാൻ പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, എനിക്കെന്ത് കഥ നബിയെ, എന്റെ എല്ലാ കഥയും നിങ്ങളല്ലേ, നിങ്ങൾക്ക് അപ്പുറം ഒരു കഥ അബൂബക്കറിന് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പുണ്യ നബി സങ്കടത്തോടെ ഇരിക്കാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന് അതിനേക്കാൾ സങ്കടമായി. ഞാനത് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് വല്ലാണ്ട് വിഷമായോ. യാ റസൂലല്ലാഹ്, കഥ പറയാൻ ഈ പാപ അബൂബക്കറിന് പറയില്ല എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. കഥ പറയാൻ അറിയുന്ന ഒരാളുണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന്. അതാരാണ്? ഇബ്നു വഫ എന്ന് വെച്ചു. അത് നമ്മുടെ ഉമർ ഖത്താബാണെന്നോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് ഞെട്ടിയിട്ട് പറഞ്ഞു, അബൂബക്കറെ, എന്ത് കഥ, ഏത് കഥ? യാ റസൂലല്ലാഹ്, എനിക്ക് കഥ അറിയില്ല. അപ്പൊ ബേക്കുന്ന ഒരു സഹാബി പറഞ്ഞു, പുണ്യ നബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യാണ്, ഉമർ ഖത്താബിന് നല്ല കഥ അറിയാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ മൊത്തം നോട്ടം നോക്കി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, നിനക്ക് നല്ല കഥ അറിയും, എനിക്കറിയാം. നിന്റെ ജീവിതം സംഭവ ബഹുലമല്ലേ, അതുകൊണ്ട് ഒരു കഥ പറ. ഉമറുള്ളാഹിന് സത്യത്തിൽ കുടുങ്ങി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഖദീജ ബീബിയുടെ വഫാത്തിന്റെ വേദന മറക്കാൻ പറ്റിയ ഒരു കഥ എന്നൊക്കെ പറഞ്ഞാൽ, യാ റസൂലല്ലാഹ്, ഞാൻ ഒരു കഥ പറയാന്ന്. അത് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ അടുത്താണ്ട് കൂടി. ഉമർ ഖത്താബിന്റെ കഥ രസമുണ്ടാവും. എല്ലാവരും കൂടെ അടുത്തു കൂടിയപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാവില്ല. അപ്പൊ എല്ലാവരും ആ നിരാശയോട് വെച്ച് അതെന്താ മറയെന്ന് വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് പ്രശ്നമുണ്ട് സഹാബ, അത് എന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ കഥയാണ്, ഞാൻ മുസ്ലിം ആകുന്നതിന്റെ മുമ്പുള്ള കഥയാണ്. അപ്പൊ പുണ്യനെ പറഞ്ഞു, ആയിക്കോട്ടെ, മുസ്ലിം ആകുന്നതിന് മുമ്പുള്ള കഥ ആയിക്കോട്ടെ, നല്ല ധീരതയുള്ള ഒരു കഥ പറയാന്നു. റസൂൽ സമ്മതം കൊടുത്തപ്പോ താൻ മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് സംഭവിച്ച ഒരു മഹാസംഭവത്തെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെയാണെങ്കിൽ യാ റസൂലല്ലാഹ്, പണ്ട് യാ റസൂലല്ലാഹ്, പണ്ട് ഉമ്മുൽ ഖുറ അരികിൽ ചെന്ന് അവിടം ഇരുളടഞ്ഞൊരു കടിനകത്തടവിരുന്നു ഞാൻ. ആവേശം പൂണ്ട് കൊള്ള നടത്താറുണ്ട്. പണ്ട് ഉമ്മുൽ ഖുറ അരികിൽ ചെന്ന് അവിടം ഇരുളടഞ്ഞൊരു കാടിനകത്തടമിരുന്നു ഞാൻ. ആവേശം പൂണ്ട് കൊള്ള നടത്താറുണ്ട്. അണുവോളം ഒരുത്തരെ വക ഞാൻ വെച്ചില്ല, അതുവഴി വരുന്നവർക്കൊരു ഗുണമില്ല. അണഞ്ഞോരെ പിടിക്കാതെ വെറുതെ വിടില്ല, അതാ പേർ വീണു ആ കാടിന് ഉമർ കാടെന്ന്. പണ്ട് ഉമ്മുൽ ഖുറ അരികിൽ ചെന്ന് അവിടം ഇരുളടഞ്ഞൊരു കാടിനകത്തടമിരുന്നു ഞാൻ. ആവേശം പൂണ്ട് കൊള്ള നടത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയണം, അങ്ങനെയാണെങ്കിൽ നബിയെ, പണ്ട് ഞാൻ ദീനിലേക്ക് വരുന്നതിന്റെ മുമ്പ് എന്നെ റസൂലുള്ളാഹിക്ക് അറിയാലോ, ഞാൻ ഒരു വല്ലാത്ത സംഭവം, ഞാൻ ഒരു ഭയങ്കര സാധന. എവിടെ അടിയുണ്ടോ അവിടെ ഞാനുണ്ട്, എവിടെ കുലുമാലുണ്ടോ അവിടെ ഞാനുണ്ട്, എവിടെ കഥാപ്രസംഗം ഉണ്ടോ അവിടെ ബക്കറ്റുണ്ട്. ഇല്ലേ? അപ്പോ എവിടെ പ്രശ്നം, മക്കനൊരു ചന്ത ഉണ്ട്, ഉക്കാള ചന്ത. ആ ഉക്കാള ചന്തയില് ആഴ്ചക്ക് ഒരിക്കൽ നടക്കുന്ന ഒരു ചന്ത. ആ ചന്തയിൽ ഗുസ്തി മത്സരം എന്നൊരു സംഭവമുണ്ട്. പല മത്സരത്തിന്റെ ഇടയിലും ഒരു ഐറ്റംസ് ആണ് ഗുസ്തി മത്സരം. അതിനിടയിൽ ഇതാ ഒരു ഗുസ്തി വരുന്നത്, നമ്മളെ ഒരു ബക്കറ്റ് വരികയാണ്. സഹോദരന്മാരെ, ഒരുപാട് സാമ്പത്തിക ചെലവുകൾ, നേരത്തെ സഖാഫി പ്രസംഗിക്കും പറഞ്ഞു, ഒരുപാട് സാമ്പത്തിക ചെലവുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളാൽ പരമാവധി, നിങ്ങളെ കഴിവിന്റെ പരമാവധി ആ ബക്കറ്റുമായിട്ട് സഹകരിക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ സഹകരിക്കണം. പ്രത്യേകിച്ച് തെങ്ങിന്റെ മണ്ടൊക്കെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ, തേങ്ങ വീണാ 3000 രൂപ സ്കാനിങ്ങിന് പോകും. അപ്പം ഒരു കവറും കൂടി ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ട്. ബക്കറ്റും കവറും രണ്ടും തരുന്നുണ്ട്. അപ്പം ബക്കറ്റ് ഇപ്പം തന്നെ പൈസ ഇട്ട് തിരിച്ചു തരിക. കവറ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊണ്ടുപോയിട്ട് നാളെ മജ്‌ലിസിനുണ്ട് വരിക. ആയിക്കോട്ടെ, മജ്‌ലിസിനൂറല്ലേ? ഇൻഷാ അല്ലാഹ്. നീ പിടിക്കേ, ഇതിന്റെ പേരെന്തോ? ആശ്രയ.
ഇത് ബക്കറ്റല്ലേ? ആശ്ര നല്ല മോന. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മദർസയിലാ? സ്കൂളിലോ? അടിപൊളി, അൽഹംദുലില്ലാ. 8 തൊട്ടും 16 നല്ല മോൻ. അള്ളാഹു നാഫിയായി ഇൽമു കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അശറേ, നീ എല്ലാവരോടും വാങ്ങിക്കോ. നമ്മളെ പാട്ടുകാരോട് വാങ്ങണ്ട, സമയം പറഞ്ഞ് കളയണ്ട, തരൂല. സജീർ കൊടുക്കും, സജീർ കൊടുക്കും. സജീർ നമ്മളെ പഴയ ഒരു പാട്ടുകാരനാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ കൂടെ പാടിയൊരു പാട്ടുകാരനാണ്, നിങ്ങളെ നാട്ടുകാരൻ. പിന്നെ പഴയ പാട്ടുകാരൊക്കെ ഗൾഫിൽ നിന്ന് കൊറോണ വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഓർക്ക് തോന്നി ഈനൊരു കൊറോണയും ബാധിച്ചിട്ടില്ല ഇതുവരെ കഥാപ്രസംഗത്തിൽ. അതുകൊണ്ട് വന്ന് അള്ളാഹു മാരക രോഗങ്ങൾ രക്ഷപ്പെടുത്തി തരട്ടെ. ഉംറക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അള്ളാഹു വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈറായ കോലത്തിലാക്കി തെരുമാറാകട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹു പറയാണ്, മക്കയിൽ ഉക്കാള ചന്തയിൽ നടക്കുന്ന ഒരു മത്സരമാണ് ഗുസ്തി. ഗുസ്തി മത്സരം നടക്കുമ്പോൾ ഞാനതിൽ പങ്കെടുത്താൽ ഫസ്റ്റ് എപ്പോഴും എനിക്കാണ്. പിന്നെ സെക്കൻഡിന് മാത്രമാണ് മത്സരം ഉണ്ടാവുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ആ പ്രശ്നത്തിൽ ഇല്ലെങ്കിൽ ഒരു വിഭാഗം എന്നെ തേടി വരും. ഓടി വന്നിട്ട് പറഞ്ഞു, ഉമറേ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നറിയും. ഞാൻ അവരുടെ പക്ഷത്തിൽ നിന്ന് മറുപക്ഷം അപ്പുറത്തേക്ക് നോക്കും. മറുപക്ഷം നോക്കിയിട്ട് പറയും, ഓ നടക്കൂലടാ, അപ്പുറത്ത് ഉമർ സാഹിബ് ഉണ്ട്. അങ്ങനെ മക്കത്തെ പ്രശ്നമായി ജീവിക്കുന്ന ഒരു കാലത്ത്, വല്ലാത്ത പ്രശ്നമായി ജീവിക്കുന്ന ഒരു കാലത്ത് എനിക്ക് തോന്നി, പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്നെ തേടി വരികയല്ലേ. അതുകൊണ്ട് ജനങ്ങൾ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് തുടങ്ങണം. ഓഫീസ് ഓഫ് അടി ഇടി, അടിക്ക് ഇടിക്ക് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു കേന്ദ്രം, ഒരു താവളം. എനിക്കിരിക്കാൻ മൊബൈലൊന്നും ഇല്ലാത്ത കാലാണല്ലോ, ഒരു കേന്ദ്രം വേണം. ഞാൻ അങ്ങനെ ഒരു കേന്ദ്രം കണ്ടുപിടിച്ചു. അപ്പൊ സഹാബത്തിൽ ആൾ ചോദിച്ചു, ഏതാണ് ഖത്താബിന്റെ മോനെ ആ കേന്ദ്രം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കേന്ദ്രം ഇവിടെ തന്നെയാണ്. പെട്ടക്കു വൈസിൻ പകട്ടുന്നൊരട്ടാതി പിട്ടത് റംറമദാ പിത്തംബദൈ തിരു ഹസ്തം ശിരസിൽ ബെത്ത് വിളിത്തുരത്താ. അതെ, മക്കയിൽ നിന്ന് 350 കിലോമീറ്റർ അപ്പുറത്താണ് ബദർ യുദ്ധം ഉണ്ടായത്. മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ ഇപ്പുറത്ത്. പക്ഷെ ബദർ യുദ്ധം അവിടെയാണ് സംഭവിച്ചതെങ്കിലും ബദർ യുദ്ധത്തിന്റെ ആദ്യത്തെ കാഹളം വിളി മുടങ്ങിയത് മക്കയിലെ കഅബത്തിനടുത്തുള്ള ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മേലെയാണ്. ആ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മേലെ വെച്ചിട്ടാണല്ലോ ഗഫാരി വംശജനായ ലംലം അബൂ സുഫിയാന്റെ 20 മിസ്കാൽ സ്വർണവും കൂലി വാങ്ങിയിട്ട് ആ മലയുടെ മുകളിൽ വന്നിട്ടാണ് വിളിച്ചത്, യാ അഹ്ല ഖുറൈശ്, ഹേ ഖുറൈശികളെ, നിങ്ങൾക്ക് നാശം, നിങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിക്കാൻ കച്ചവട സംഘത്തുമായി പോയ അബൂ സുഫിയാനെ പിടിച്ചു കൊള്ളയടിക്കാൻ മുഹമ്മദിന്റെ പക്ഷം ഇറങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ നിങ്ങൾ പോയിക്കോന്നു. ആ ജബൽ ഖുബൈസ് മലയുണ്ടല്ലോ, ഇന്ന് ജബൽ ഖുബൈസ് മല നമ്മൾ പോയാൽ കാണൂല. ആ ജബൽ ഖുബൈസ് മലയൊക്കെ റെഡിയാക്കി അതിന്റെ മേലെ 2 കൊട്ടാരം പണിതിട്ടാണ് ഇപ്പോ. 2 കൊട്ടാരം ഉണ്ട് അതിന്റെ മേലെ. ഒന്ന് മക്കത്തെ ഇമാമിങ്ങൾക്ക് താമസിക്കാനും, ഒന്ന് സൗദി ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉംറക്ക് വന്നാൽ താമസിക്കാൻ 2 കൊട്ടാരങ്ങൾ. നമ്മൾ നേരെ കയറി പോകുമ്പോൾ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് കയറി പോകുമ്പോൾ വലതു ഭാഗത്ത് കാണുന്ന വിശാലമായ 2 കൊട്ടാരങ്ങൾ ഉള്ള സ്ഥാനത്താണ് പണ്ട് ജബൽ ഖുബൈസ് മല. അസാധ്യമായ ഒരു മലയാണ്, വലിയ മല. ആ മലയുടെ മറുഭാഗത്ത് ഒരു സിംഹം താമസിച്ച ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ അടുത്തൊരു പാറയുണ്ടായിരുന്നു. അതെന്റെ കേന്ദ്രമാക്കി അതെന്റെ കേന്ദ്രമാക്കി. എനിക്കൊരു പ്രധാന പണിയുണ്ട്. ഞാൻ അവിടെ രാവിലെ പോയി ഇരിക്കും. ചിലപ്പോൾ അതുവഴിയൊക്കെ ആൾക്കാർ വരും. അങ്ങനെ വന്നാൽ ഞാൻ അവനെ പേടിപ്പിച്ചിട്ട് അവന്റെ കയ്യിലുള്ളത് ഞാൻ ഇങ്ങോട്ട് എടുക്കും. എത്ര വലിയ പണക്കാരൻ എന്റെ മുന്നിൽ വന്നാലും, ജാഹിലിയ കാലത്താണ്, മുസ്ലിമാനത്തിന് മുമ്പ്, എത്ര വലിയ പണക്കാരൻ വന്നാലും എന്റെ മുന്നിലെത്തിയാൽ ഞാൻ പണക്കാരനാവും, ഓൻ പാപ്പറാവും. ഞാൻ ഓനാക്കോളത്തിലാക്കും. ഒരു ദിവസം ഞാൻ അങ്ങനെ ഇരുന്ന് ഇതാ കവർ വരുന്നുണ്ട്, കവറിന്ന് സ്വീകരിക്കുക. എന്നിട്ട് സഹോദരിമാരെ, നിങ്ങളെ ഹലാലായ മുറാദുകൾ നിങ്ങൾ ആ കവറിന്റെ മേലെ എഴുതിയിട്ട് നാളെ സഹസിലേക്ക് കൊടുത്തയച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ വെച്ച് ദുആ ചെയ്യും. ദ്വാരന്നിട്ട് രക്ഷപ്പെടേണ്ട കാലത്താണ് നമ്മൾ ഉള്ളത് എന്ന ബോധം ഉണ്ടാവണം. എല്ലാ പ്രതിസന്ധിയിലും ഇപ്പം നമ്മൾ ആകെ പ്രതിസന്ധിയിലാണ്, ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ നാട് വിടണം. കുറെ ആൾ പറഞ്ഞു പാകിസ്ഥാനിൽ പോകണം. നമുക്ക് വലിയ ബേജാറായി, പാകിസ്ഥാനിൽ പോണോ. അള്ള കുറെ കാലമായി പറയില്ല ഖബർസ്ഥാനിലേക്ക് പോയിട്ട്. ഒരു ബേജാറ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മോഡി പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. അള്ള പറഞ്ഞത് ഉറപ്പായിട്ട് നടക്കും. എന്നാൽ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യത്തിൽ ഇതുവരെ ബേജാറായിട്ടില്ല. ഇപ്പം വലിയ ബേജാറിലാണ് നമ്മളുള്ളത്. നമ്മൾ എന്തിനാ ബേജാറാകുന്നത്? നമുക്ക് എന്താ പ്രയാസം? ഒരു പ്രയാസം നമുക്ക് വേണ്ട.
ഇപ്പോൾ ഒരു പെണ്ണുങ്ങൾ മാർബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറക്ക് മാർബിൾ ഇടാൻ പീടിയെ പോയി വരും മാർബിൾ വാങ്ങാൻ. അപ്പോൾ മാർബിളുകാരൻ ചോദിച്ചോലും എന്തിനാ താത്ത മാർബിൾ ഇടുന്ന് കൊടുത്തിട്ട് പോകാൻ ടൈമായില്ലേ? എന്നാലും പെണ്ണുങ്ങൾ പറഞ്ഞോലും എല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തക്കാന്ന് വിചാരിച്ചിട്ടാപ്പാ. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്, ധൈര്യമുള്ള പെണ്ണുങ്ങളുണ്ട്. പെണ്ണുങ്ങളിപ്പോൾ പഴയതൊന്നല്ല, അടിപൊളി സംഭവമാണ്. നമ്മക്ക് ബേജാറാകാനില്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഈ പള്ളിപ്പറമ്പെന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് പടച്ചോൻ തീരുമാനിച്ചാൽ പിടിച്ച് നാട്ടിൽ നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. ഈ മണ്ണിൽ തന്നെ നമ്മൾ ജനിച്ച് ഇവിടെ തന്നെ മരിക്കുമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകാൻ ലോകത്തെ ഒരു വൃത്തികെട്ട ഭരണാധികാരികൾക്കും കഴിയൂല. ഇന്നല്ലാഹ മഅന എന്ന സിദ്ധാന്തം നമ്മുടെ കൽബിൽ വേണം. ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം നമ്മുടെ കൽബിലുണ്ടായാൽ ആരെയാ പേടിക്കേണ്ടത്? ഏതവനെയാ നമ്മൾ പേടിക്കേണ്ടത്? ഏത് വൃത്തികെട്ട ഭരണാധികാരിയാ പേടിക്കേണ്ടത്? ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പുണ്യനബിയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ബാക്കിൽ വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, ഉന്നം തെറ്റാണ്ട് അമ്പയ്യാൻ കഴിവുള്ള മുതലജ് ഗോത്രത്തിന്റെ കുതിരപ്പടയാളി നമ്മുടെ ബാക്കിലുണ്ടെന്ന്. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? എന്തിനാ ബോക്കറ ബേജാറ്? എന്താ പ്രശ്നം? നമ്മൾ രണ്ടാളും അല്ലല്ലോ, മൂന്നാമന്റെ സംരക്ഷണയിൽ നമ്മൾ കഴിയുമ്പോൾ എന്തിനാ ബേജാറ്? അപ്പോഴാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സുറാഖയുടെ വാഹനത്തെ ഭൂമി പിടിച്ചത്, വണ്ടിയെ ഭൂമി പിടിച്ചു, ഒട്ടകത്തെ കുതിരയെ. അല്ലാഹു നബി പറഞ്ഞു ഇന്നല്ലാഹ മഅന എന്നാണ്. സൈഫുല്ലാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ പോയപ്പോ ശത്രുക്കൾ ഒരു വിഷം കലക്കി, വലിയ പാത്രത്തിൽ വിഷം കലക്കിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അല്ലാഹ് ഉണ്ടെന്നല്ല എന്റെ വിചാരം, അങ്ങനെ ശക്തി ഉണ്ടെന്നല്ലേ? അതുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് എന്റെ പടച്ചോനുണ്ട്. എന്നാൽ ഈ വിഷം കുടിക്കുമെന്ന് വെച്ചു. ഈ വിഷം നീ കുടിക്കോ? സൈഫുല്ലാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് വിഷം കുടിക്കാൻ പറഞ്ഞു. ശത്രുക്കള് ഒരംശം മതി ഒരു ആനയെ കൊല്ലാൻ, മാരകമായ രോഷവിഷം ഒരു പാത്രത്തിൽ കലക്കിയിട്ട് സൈഫുല്ലാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊടുത്തപ്പോ അതങ്ങട്ട് വാങ്ങിയിട്ട് ബിസ്മി കൂട്ടി കുടിച്ചു. പടച്ചോൻ എന്നെ കാക്കുമെന്ന് പറഞ്ഞിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മരിച്ചില്ല. എന്താ കാരണം? ഇന്നല്ലാഹ മഅന, അല്ലാഹു എന്റെ കൂടെയുണ്ട്. എന്തേ നമുക്ക് വിശ്വാസമില്ലാത്തത്? എന്തേ പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസമില്ലാത്തത്? നമ്മൾ അങ്ങനെ എന്താ പറയാ, വിഷം എങ്ങനെ തരുമ്പോ പിന്നെ വിഷം അല്ലുണ്ട്, വിഷമുണ്ട്, നമ്മളെ കാര്യം തീർന്നു. വല്ലാത്ത ഈമാന നമുക്ക്. അള്ളിയുണ്ട്, വിഷമുണ്ട്. എന്നാൽ കുടിക്കുന്ന പറഞ്ഞാലോ, കുടിച്ചാ പിന്നെ സാധാരണ പറ്റൂലേ? എന്തേ നമുക്ക് വിശ്വാസമില്ലാത്തത്? എന്തേ നമ്മളെ കാര്യം ഇങ്ങനെ ആയിപ്പോയത്? വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇവിടെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ പാറപ്പുറത്തിരിക്കും വരുന്നവനെ പേടിപ്പിക്കും. ഒരു ദിവസം രാവിലെ ഞാൻ പോയിരുന്ന് ഒരു മഹ്ലൂക്ക് അതുവഴി വന്നില്ല. ഞാൻ അങ്ങനെ ഇരിക്കന്നെ, എന്താ ആരും വരാത്തെ? അപ്പൊ അതിന്റെ താഴ്ഭാഗത്തോടൊരു വഴിയുണ്ട്, ജനങ്ങൾ ഇടക്കിടക്ക് പോണ ഒരു വഴി, ഇങ്ങനെ പോകുന്ന വഴിയുണ്ടാ. ഞാൻ നേരത്തെ കസാര നീക്കി വയ്യാക്കാൻ പറഞ്ഞു. പോന്നു. നല്ല മക്കളെട്ടോ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കാപ്പി എടുത്ത് നിങ്ങൾക്ക് കുടിക്കാൻ തരാം. കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ കൊണ്ടു തന്ന മക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണമെന്ന് ദ്വാരക്ക്. കാരണം മക്കളെല്ലാം ഉമ്മമാർ കൊല്ലുന്ന കാലത്തേക്ക് ഉള്ളേ. കടലിലേക്ക് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഒരു പെണ്ണ് അങ്ങനെ ബോളിബോൾ ഇടുമ്പോലിട്ടെ, എന്തൊരു ഹംകത്തി! ഇവളെങ്ങനെ അമ്മയായേ? ഇവളെ അമ്മ എന്ന് പറയാൻ പറ്റുമോ? ഇവളെ അമ്മീന്നാറ്റാ പറയണ്ടത്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളെ ബോധം തരട്ടെ, നമുക്ക് ബോധം തരട്ടെ പഠിച്ചോ. അപ്പോ നൊന്തുപെറ്റ ഉമ്മയുടെ മാറത്ത് പോലും അമ്മയുടെ മാറത്ത് പോലും സ്വതന്ത്രമായി സുരക്ഷിതമായി മക്കൾക്ക് കിടക്കാൻ കഴിയാത്ത കാലത്താണ് നമ്മളുള്ളത് എന്നത് ആഖിർ സമാന്റെ അടയാളമാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പെറ്റ മാതാവിന് മക്കളോട് ബന്ധമില്ലാത്ത കാലം, മക്കൾക്ക് മാതാപിതാക്കളോട് ബന്ധമില്ലാത്ത കാലം, ഇങ്ങനൊരു കാലം നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത് അവസാന കാലഘട്ടത്തിന്റെ തുടക്കമാണെന്ന് തിരിച്ചറിയണമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുന്നു. അതന്നെ നമ്മളെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാനെങ്ങനെ ഇരുന്ന് ഒരു മനുഷ്യൻ വന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഒരു കുതിരയുടെ കുളമ്പടി എങ്ങനെ കേട്ട് ഞാൻ ആ പാറപ്പുറത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അകലേ നിന്നൊരു കുതിര അങ്ങനെ വരുന്നുണ്ട്. പൊട്ടിപ്പട്ടലങ്ങളെ പറത്തിയിട്ട് കുതിര ഇങ്ങനെ വരികയാണ്. അതിന്റെ പുറത്തൊരു ചെറുപ്പക്കാരനുണ്ട്. ഉറപ്പ് ഞാനിരിക്കുന്ന വഴിയിൽ തന്നെ വരുന്നത്. ഞാൻ ആ പാറപ്പുറത്ത് ഒരുങ്ങിയിരുന്നു. അവൻ എന്റെ അടുത്തെത്തിയപ്പോ ഞാൻ പാറപ്പുറത്ത് താഴേക്ക് ചാടി, നിക്കടവിടെ. പെട്ടെന്ന് അവൻ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് മറുഭാഗത്തെ കൂടെ ഒരു പോക്കാണ്. അവൻ നിന്നില്ല, അവന്റെ കുതിര അതിവേഗോടാണ്. അവൻ നിൽക്കുന്നില്ല നബിയെ, ഞാൻ വിട്ടോ, ഞാനാരാ മോൻ, ഞാൻ എന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി വിട്ടു അവന്റെ ബാക്കിൽ, അതിവേഗം വിട്ടു. പക്ഷേ അവന്റെ കുതിരയുടെ 4 അയലത്തെത്താൻ എന്റെ കുതിരക്ക് പറ്റുന്നില്ല. ദേഷ്യം പിടിച്ച ഞാൻ കൊട്ടു തന്റെ കുതിരക്ക് ഒരു ചവിട്ട്, അതോടുള്ള സ്പീഡും ഇല്ലാണ്ടായി.
സത്യത്തിൽ ഞാൻ തോറ്റി. ഉമർ പറഞ്ഞു ഞാൻ തോറ്റി. തോറ്റപ്പോ ഞാൻ വിളിച്ചു, ഡാ ഒന്ന് നിക്കടാ, ഞാൻ തോറ്റടാ, ഞാൻ തോറ്റു, നീ നിൽക്കുന്ന് പറഞ്ഞപ്പോ അതിവേഗം പറഞ്ഞ കുതിരയുടെ കടി ഞാൻ അവിടെ വലിച്ചിട്ടുണ്ടാവണം. ആ കുതിര ഫ്രണ്ട് കാലം മണ്ണിലേക്ക് കുത്തിട്ട് ബാക്ക് കാലം ഒന്ന് കറങ്ങിട്ട് അവിടെ നിന്നു. ഞാൻ അവന്റെ അടുത്തെത്തുമ്പോ ചെറുപ്പക്കാരനെ മസിലുള്ള ഈ ചെറുപ്പക്കാരനെ എന്നോട് ചോദിക്കാ, ഏയ് കാട്ടിലെ വമ്പാ, കാട്ടിലെ വമ്പ നീ എന്തേ വിളിക്കുന്നു, തോറ്റമ്പിയോ എന്റെ മണ്ട, ഓടിക്കിതച്ചുവോ എന്താ കിതയ്ക്കുന്നു, പേടിപ്പെടുത്തുന്ന കണ്ട, കാട്ടിലെ വമ്പ നീ എന്തേ വിളിക്കുന്നു, തോറ്റമ്പിയോ എന്റെ മണ്ട, ഓടിക്കിതച്ചുവോ എന്താ കിടക്കുന്നു, പേടിപ്പെടുത്തുന്ന കണ്ട, പേശിയവൻ നിന്ന ദേശത്തിൽ ഞാനുമേ വാശിയിൽ കൂശി പേരെന്താ, ദേഷ്യം പിടിച്ചവൻ ദൂഷ്യം മറക്കാതെ വീശി നിൻ പേർ ചൊല്ല് ചൊങ്ക, കാട്ടിലെ വമ്പ നീ എന്തേ വിളിക്കുന്നു, തോറ്റമ്പിയോ എന്റെ മണ്ട, ഓടിക്കിതച്ചുവോ എന്താ കിതയ്ക്കുന്നു, പേടിപ്പെടുത്തുന്ന കണ്ട. ഞാൻ അവന്റെ അടുത്ത് അവൻ എന്നോട് ചോദിക്കാ, കാട്ടിലെ വമ്പ തോറ്റുപോയടാ മണ്ടാന്ന്. ഉമർ പറയാണ്, എന്റെ നബിയെ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് തോറ്റോടാന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, നീ ആരടാ? അവൻ ചോദിച്ചു, താൻ ആരടാ? നീ ആരടാ? താൻ ആരടാ? നീ ആരടാ? താൻ ആരടാ? ഞാൻ പറഞ്ഞു, മോനെ നീ എന്നോട് കളിക്കരുത്, നീ എന്റെ പേര് കേട്ടാൽ ഞെട്ടും. അവൻ പറഞ്ഞു, ഞെട്ടാനോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന്റെ ആ വർത്താനം കേട്ടപ്പോ എനിക്ക് തോന്നി അവനൊന്ന് പേടിപ്പിക്കണോ. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് അറിയണോ ഞാൻ ആരാണെന്ന്? എന്നാ കേട്ടോട മോനെ, ഞാനാണ് ഉമർ എന്ന മക്കത്തെ വീരൻ, ആരാരും ഭയക്കുന്ന ഖത്താബിൻ സുതൻ, ആണത്തം തുടിക്കുന്ന കരുത്തുള്ളവൻ, നീന്നറിയൂ ഒന്നറിയൂ എൻ കഥകൾ, നീന്നറിയൂ ഒന്നറിയൂ എൻ കഥകൾ. ഞാനാണ് ഉമർ എന്ന മക്കത്തെ വീരൻ, ആരാരും ഭയക്കുന്ന ഖത്താബിൻ സുതൻ, ആണത്തം തുടിക്കുന്ന കരുത്തുള്ളവൻ, നീന്നറിയൂ ഒന്നറിയൂ എൻ കഥകൾ, നീന്നറിയൂ ഒന്നറിയൂ എൻ കഥകൾ. ഞാൻ മക്കത്തെ ഉമറാണ്, ഖത്താബിന്റെ മകൻ ഉമറാണ്, ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ അധിപൻ ഉമറാണ്, ഉക്കാള ചന്തയുടെ നായകനായ ഉമറാണ്. ഞാൻ എന്റെ ബയോഡാറ്റ കംപ്ലീറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അവൻ എന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, അത് ശരി, നീയാണ് ആ ഉമറല്ലേ? കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. ബിലമേറും മക്കത്തുമർ വമ്പൻ താനാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കൊല കൊമ്പാനെന്നു നടിക്കല്ല, വന്നെന്നെ ഓടി പിടിക്കാൻ കഴിഞ്ഞില്ല, വന്നെന്നെ ഓടി പിടിക്കാൻ കഴിഞ്ഞില്ല. ബിലമേറും മക്കത്തുമർ വമ്പൻ താനാണോ, വലിയ കവർച്ച തലയാളി നീയാണോ, വലിയ കവർച്ച തലയാളി നീയാണോ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്, മക്കത്തെ ഉമർ. പക്ഷെ ഞാൻ കേട്ട ഉമറും ഇപ്പൊ കണ്ട ഉമറും തമ്മില് ആനയും അണ്ണാനും തമ്മിലുള്ള ഒരു അന്തരം ഉണ്ടല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്താ? അതോ, ഞാൻ കേട്ട ഉമർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്. ആ ഉമറിന്റെ മുന്നിലൂടെ നടന്നു പോകണമെങ്കിൽ അവനോട് ചോദിക്കേണ്ടി വരും എന്നൊന്ന് ഞാൻ കേട്ടത്. പക്ഷെ ഇപ്പൊ കണ്ടതോ, എന്റെ കുതിരയുടെ ബാക്കിൽ ഓടി തോറ്റിട്ട് ഞാൻ തോറ്റടാ, നീ എന്ന് നിക്കടാ എന്ന് എന്നോട് അപേക്ഷിക്കുന്ന ഒരു ഭീരുവായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ലടാ തോറ്റത്, കുതിരയാ തോറ്റേ. അതാണ് വീടെടുത്ത് നടന്നില്ലല്ലോ. അപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമർ വിഡ്ഢിത്തം പറയരുത്, കുതിര ജയിക്കും, കുതിരപ്പുറത്തിരിക്കുന്നവൻ ധീരനാണെങ്കിൽ. എന്റെ കുതിര ജയിച്ചത് കുതിരയുടെ മിടുക്കൊണ്ടല്ല, അതിന്റെ പുറത്തിരുന്ന ഞാനാള് ധീരനായതുകൊണ്ടാണ്. നീ ധീരനല്ലാത്തോണ്ടാ നിന്റെ കുതിര തോറ്റത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സത്യത്തില് അവന്റെ മുന്നിൽ മൊത്തത്തിൽ ഞാൻ പൊട്ടി. ഞാൻ ഓനോട് പറഞ്ഞു, നീ പറഞ്ഞല്ലേ ശരിയല്ലേ, പക്ഷേ അതിപ്പോ രണ്ട് കുതിരയും ഞാനും നീ അല്ലാണ്ട് വേറെ ആളറിയില്ലല്ല, അതുകൊണ്ട് സമാധാനായി.
പിന്നെ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ തോൽവി അപ്പൊ നിന്നോട്. അതുകൊണ്ട് ഭാവി ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരോട് തോറ്റു എന്നുള്ള അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് പറ, എന്താ നിന്റെ പേര്? അപ്പൊ പറഞ്ഞു, അങ്ങനെ നീ മാന്യമായിട്ട് ചോദിക്കും. മാന്യമായിട്ട് ചോദിച്ചാൽ മാന്യമായിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ പേടിപ്പിക്കലൊന്നും നടക്കൂല. എന്നിട്ട് ചോദിച്ചു, ശരി മാന്യ, നീ ആരാണ്? അപ്പൊ പറഞ്ഞു, എന്റെ പേര് അബ്ദുള്ള, പൂർണ്ണമായ പേര് അബ്ദുള്ള ഇബ്നു ശൈറ റളിയല്ലാഹു അൻഹു. പറഞ്ഞു, ഇഞ്ച സ്പീഡ് പോലത്തെ പേര്, തർക്കമില്ല. അല്ല നീ എന്തിനാ ഇത്ര സ്പീഡ് പോണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കഥ പറയാൻ സമയമില്ല, അതൊരു വലിയ കഥയാണ്. എന്താ? ഒന്നും പറയാൻ ടൈമില്ല. പറ്റുമെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് റോമിന്റെ ഭാഗത്തെത്തണം. റോം രാജ്യത്തിന്റെ ഭാഗത്ത് എനിക്ക് പറ്റുമെങ്കിൽ എത്തണം, അതിനാ ഇത്ര സ്പീഡ്. അപ്പൊ പറഞ്ഞു, എന്തിന്? ഉമർ, എനിക്ക് പറയാൻ സമയമില്ല. പറഞ്ഞു, ഞാൻ പോയിക്കോളാം, നീ അവിടെ പോയിട്ട് അടുത്താൾ പിടിക്കുക. അല്ലല്ല, നീ അത് പറഞ്ഞിട്ട് പോയിക്കോ. അതെ, എന്നാലേ റോമില് എനിക്കൊരു പെണ്ണുണ്ടടാ. എനിക്കുമുണ്ടൊരു ബീബി, എനിക്കുമുണ്ടൊരു ബീബി, ഉമൈമത്തെന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലായി കൂടി. എനിക്കുമുണ്ടൊരു ബീബി, ഉമൈമത്തെന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലെ കൂടി. മനസ്സിനൊത്തൊരു കിളിമകളായി മഹിമ പെണ്ണവൾ മാറി. എനിക്കുമുണ്ടൊരു ബീബി, ഉമൈമത്തെന്നൊരു ഹൂറി, മകളിലൊത്തൊരു മധുബനെന്ന് മനുജർ മാലിക്കിൽ കൂറി. ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലെ കൂടി. എനിക്കുമുണ്ടൊരു ബീബി, ഉമൈമത്തെന്നൊരു ഹൂറി, ചെറുപ്പമിൽ കളിയാടി അടുത്തു തമ്മിലായി കൂടി. എനിക്ക് റോമിൽ ഒരു പെണ്ണുണ്ട്, ഇത്രയും മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ശരി, ആ പെണ്ണെ കാണാൻ പോണ പോക്ക ഇതല്ലേ? അത് സ്വാഭാവികമായിട്ട് സ്പീഡ് ഉണ്ടാവും. വൈകുന്നേരം 3:30 ശേഷം വണ്ടിക്കെല്ലാം സ്പീഡ് കൂടുതൽ. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം പറഞ്ഞു, അയാൾ പറഞ്ഞു, നീ വിചാരിച്ച് ഞാൻ പെണ്ണെ കാണാൻ പോണ ഒരു ഊച്ചാളിയാ? അന്നേരം പറഞ്ഞു, പിന്നെ നീ ആരാ മാന്യ? ഞാൻ റോം ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ഷേറയുടെ മോനാണ്, റോമിലെ മന്ത്രിയുടെ മോനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റോമിലെ മന്ത്രിയുടെ മോൻ എന്താ ഷാമിന്റെ ഭാഗത്ത് വരുന്നേ? അപ്പൊ അയാൾ പറഞ്ഞു, അത് വേറെ കഥ. നീ ആരാ? കഥ മുക്ക മരിക്കും തോറും കഥയെ. അല്ല, അത് വേറൊരു കഥയാണ്. അതെന്താ കഥ എന്ന് വെച്ചു. അല്ല, അത് പറയാൻ സമയമില്ല, നീ പോയിരിക്കും, ഞാൻ പോന്ന്. അല്ല, അതും കൂടി പറഞ്ഞിട്ട് പോയിക്കോ. ഏതായാലും ഇപ്പൊ പകുതിയാക്കിയില്ലേ, ബാക്കി പറയാറ്. അന്നേരം പറഞ്ഞു, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഞാൻ ഒരു പെണ്ണെ കാണാൻ പോകാന്ന് തെറ്റിദ്ധരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, അതും കൂടി പറഞ്ഞിട്ട് പോകുന്നു. അപ്പം ചോദിച്ചു, എന്തേന്ന് വെച്ചു. ഞാൻ റോം ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ഷേറയുടെ മകനാണ്. ഞാൻ ജനിച്ചത് റോമിലെ കൊട്ടാരത്തിലാണ്. എൻ്റെ ബാപ്പയും ഞാനും എൻ്റെ ഉമ്മയും കൊട്ടാരത്തിലാണ് ജീവിച്ചത്. ഞാൻ ജനിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ റോം ചക്രവർത്തിക്ക് ഒരു മകളുണ്ടായി. അവളുടെ പേര് ഉമൈമ എന്നാണ്. എന്നേക്കാൾ 5 വയസ്സ് കുറവാണ് അവൾക്ക്. ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാ നടക്കുക, ഒന്നിച്ചാ കളിക്കുക, ഒന്നിച്ചാ കുളിക്കുക, ഒന്നിച്ചാ തിന്നുക, ഒന്നിച്ചാണ്. അപ്പൊ നാട്ടുകാർ പറയൂ, അബ്ദുള്ളക്ക് പറ്റിയ പെണ്ണാത്, ആ ഉമൈമക്ക് പറ്റിയ ചെക്കനാത്. പെണ്ണും ചെക്കനും ഇപ്പൊ പെണ്ണ് കിട്ടാനില്ലാതാ പറയുന്നേട്ടെ. ഉണ്ടാ? നമുക്ക് കെട്ടാനല്ല, നിങ്ങൾക്ക് തന്നെ ഉണ്ടാ? ആരുണ്ട്? ഇവൻ കെട്ടിയിട്ടില്ല അല്ലേ? ഓനും കെട്ടലുണ്ടാവില്ല. അല്ല, കാര്യം പറഞ്ഞു, എന്തിനെ കെട്ടുന്ന? ക്യാമ്പിലേക്ക് പോകുമ്പോ കെട്ടിയിട്ടാ മോശ. അപ്പോ ഇടണ്ടാ? കുറവല്ലേ? കുറവന്നെ. എല്ലായിടത്തും പെണ്ണ് കെട്ടാൻ നോക്കിയാൽ കുറവാപ്പോ ഇല്ലാന്ന്. ഇനിയിപ്പോ അഥവാ ഉണ്ടായി ഒന്ന് ഉറപ്പിച്ചു വെച്ച മംഗലെല്ലാം ആക്കി നോക്കുമ്പോ മംഗലത്തിന് അന്ന് ഓളാടുണ്ടെന്ന് വലിയ ഉറപ്പില്ല. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അള്ളാഹു നമ്മുടെ പെൺകുട്ടികളുടെ കൽബിൽ ദീനീബോധം നിറച്ചു കൊടുക്കട്ടെ. നമ്മൾ ദ്വാരക്കാന്നല്ലാണ്ട് ഒരു മാർഗമില്ല. ഇപ്പോഴത്തെ പെമ്പിളർ ഡയലോഗ് തന്നെ ഉപ്പാനോട്, ഹലോ കാക്ക 18 നിൽക്കണോ പോണോ? എന്താണ് ഡയലോഗ്? നിൽക്കണമെങ്കിൽ നോക്കുക, പോണെങ്കിൽ പോവുക. അള്ളാഹു നമ്മുടെ മക്കളെ ഇസ്സത്തിലാക്കട്ടെ. അപ്പോ പെണ്ണിനെ കാണാൻ പോകുന്ന തെറ്റിദ്ധരിക്കുമല്ലോ, അതാ സംഭവം പറഞ്ഞു കൊടുക്കാണ്. ഞങ്ങൾ ഒന്നിച്ചാണെങ്കിൽ അപ്പൊ ജനങ്ങൾ പറയും, അബ്ദുള്ളക്ക് പറ്റിയപ്പെട്ടാണ്. ഒരു ദിവസം മന്ത്രിയായ എൻ്റെ ബാപ്പയെ രാജാപരിക്കത്ത് വിളിച്ചു. എന്ന് പറഞ്ഞു, മന്ത്രി, നമ്മുടെ ആ മക്കളുടെ നടത്തം കണ്ടില്ലേ? ആ ഒരുമിച്ചുള്ള പോക്കു, ആ ഒരുമിച്ചുള്ള വരവു, പോക്കേ ഉള്ളും വരവില്ല, ഒരുമിച്ചുള്ള പോക്കും വരും, അങ്ങനെ അതാ അതുപോലെ തന്നെ. അതേപോലെ നോക്ക് ഇപ്പം അല്ല, പണ്ട് നടന്ന് ഇപ്പം നോക്കിയിട്ട് ഒരു കാര്യമില്ല മോനെ, അടിക്ക്. ആ ഒരുമിച്ചുള്ള പോക്ക്, ഒരുമിച്ചുള്ള വരവൊക്കെ കണ്ടില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? അവരെ അങ്ങ് നടത്തിയാലോ?
മന്ത്രി പറഞ്ഞു അവർ നടക്കല്ലേ, ഇന്ന് നടക്കുന്ന കുറിച്ച് ഒന്നും കൂടി നടത്തലുണ്ട. അല്ല മന്ത്രി, ചെറുപ്പത്തിൽ ഒന്നിച്ച് നടക്കണ പോലെ വലുതായാൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടാലോ? മന്ത്രി പറഞ്ഞു രാജാവ് കാര്യം പറയണോ? ആ എനിക്ക് സമ്മതമാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്തേ? നമ്മളതിന് വർത്താനം പറഞ്ഞ് നിർത്തിയാൽ പോരാ. അവരുടെ വിവാഹപ്രായം എത്തുമ്പോഴേക്ക് നമ്മളിൽ ആരാ ജീവിക്കുമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം, കരാർ എഴുതണം, അച്ചാരം എഴുതണം. അപ്പൊ രാജാവ് പറഞ്ഞു മന്ത്രിയോട്, നീ ആള് ബുദ്ധിമാനായ മന്ത്രിയാ, നീ ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ നിന്റെ കുട്ടിയെ കുളിപ്പിച്ച് റെഡിയാക്കി ദർബാർ ഹാൾ കൊണ്ടുപോവാ, ഞാൻ എന്റെ മകളെ അവിടെ കൊണ്ടുവരാം, മന്ത്രിമാരെ സാക്ഷികൾ നിർത്തി നമുക്കൊരു കരാറുണ്ടാക്കാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സൗർ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് പകല് നേരം വെളുത്തപ്പോ എന്റെ ബാപ്പ എന്നെ കുളിപ്പിച്ചു. സാധാരണ ഉമ്മയല്ലേ കുളിപ്പിക്കുക, പിന്നെ ഉപ്പ എപ്പോഴാ കുളിപ്പിക്കുക? ഉപ്പ കുളിപ്പിക്കണമെങ്കിൽ ഗൾഫിൽ നിന്ന് വരണം. ഗൾഫിൽ നിന്ന് വന്ന ചില ഭർത്താക്കന്മാരെ നട്ടം കറക്കുന്ന ഭാര്യമാരുണ്ട്. ഹലോ കാക്ക, 2 കൊല്ലം ഞാനായി, ബാക്കി നിങ്ങൾ നോക്ക്, കേൾക്കേണ്ട താമസം പൊട്ടം കൂട്ടിയിട്ട് പോയിക്കോളും, പാവം. അല്ലാണ്ട് രക്ഷയില്ലാപ്പാ, ഓളടുത്ത് നിൽക്കാൻ കഴിയണ്ടേ? ഓള് നർമ്മ എന്ത് സാധനം ഇതല്ലോ, നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ ഒന്നല്ല, ജബൽ കുബൈസ് പോലത്തെ സാധനയിലുണ്ട് കൂട്ടത്തില്. ആ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം ഭർത്താക്കന്മാർക്ക് എന്തൊരു സ്നേഹ ഭാര്യമാരോട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒക്കെ ഭാര്യക്ക് കൊടുക്കുന്നു, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒക്കെ ബാക്കി വെച്ച് കൊടുക്കുന്നു. എന്തിനറിയോ? സ്നേഹം കൊണ്ടായിട്ടല്ല. ആ മറ്റേ അലാക്കിന്റെ പെണ്ണുങ്ങൾ കളിക്കാൻ പോലെ വിഷം കലക്കിനോ സയനൈഡ് കലക്കിനോ നോക്കുന്നേ. ജോളി ഓളെത്ര ജോളിയായിട്ടാ കലക്കി കൊടുത്തേ. ഓളെ പേരെന്നെ ജോളിയാണ്. കലക്കി വീത്തി കൊടുത്ത് വാപ്പള കുടിക്കുന്നത് ചാകുന്നു, മറ്റോ കുടിക്കുന്നത് ചാകുന്നു, അമ്മക്ക് കൊടുത്ത് അമ്മ ചാകുന്നു, അച്ഛന് കൊടുക്കുന്നു അച്ഛൻ മരിക്കുന്നു. നല്ല സൂപ്പറായി അടിച്ച് കൊല്ലല്. ഇത് എന്തൊരു ജാതി കൊല്ലല്, ഇങ്ങനെയുണ്ടോ കൊല്ലല്? എന്ത് മനുഷ്യന്മാര്! ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ അടുത്ത് ഇപ്പൊ ആവതാവൂല. ആ ഭയങ്കര. ഇവിടെ ഇല്ല, ഇവിടെ നല്ലത് തിരിച്ചു പോകണം ഇൻഷാ അല്ലാഹ്. ഇടക്കിടക്ക് ഇരിയെ പോകേണ്ടതാണ്. ധാര്യം എനിക്കും പ്രശ്നമാണ്. നിന്റെ ഓളിവിടെ പണിക്ക് വരേണ്ട. ഇവൻ്റെ ഓളല്ലേ ഇവിടുത്തെ ഡിസ്പെൻസറിയിലെ നഴ്സ്. അതുകൊണ്ട് നീ മിണ്ടാണ്ടിരുന്നോ. പിന്നെ ഓള് സൂചി വെക്കുന്നതിന് ബോക്ക് സൂചി വെക്കലായിരിക്കും നാട്ടുകാരുണ്ട്. ഏതായാലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹാമനീഷിയുടെ കഥ പറയണ അബ്ദുള്ള പറയാണ്. എന്നിട്ട് രാവിലെ എൻ്റെ ബാപ്പനെ കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു, എൻ്റെ കയ്യും പിടിച്ച് ദർബാർ ഹാളിലേക്ക് വരുമ്പോ രാജകുമാരിയായ ഉമൈമ കുളിച്ച് ശുദ്ധിയായി രാജാവിന്റെ കൈ പിടിച്ചൊരു നവോഢയെ പോലെ വരികയാണ്. അവൾ എന്നെ കണ്ടപ്പോ ഉപ്പാന്റെ കയ്യങ്ങ് തള്ളി മാറ്റി ഓടി എന്റെ മുന്നിൽ വന്ന് എന്നെങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ നീ കുളിച്ചേ, ഞാനും കുളിച്ചേ. ഈ ചെറിയ മക്കളെ ഭർത്താനം കേൾക്കാൻ നല്ല രസാന്ന്. പണ്ട് ഇപ്പല്ല, ഇപ്പം ബോധം കെട്ട് വീണു. ഇപ്പൊ എന്ത് ജാതി മക്കളറിയോ? എൻ്റെ റബ്ബർ വല്ലാത്ത പിള്ളേരാ. ഒരു ടീച്ചറെ കുടിക്കാൻ കഥ കേട്ടിട്ട് കണക്ക് പഠിപ്പിക്കാൻ വന്ന ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ കണക്ക് പിന്നെ പഠിപ്പിക്കാൻ എനിക്കൊരു സംശയമുണ്ട്. എന്താടാ മോനെ സംശയം? കണക്ക് എന്നാൽ എന്ത്? സത്യത്തിൽ ടീച്ചർ കുടുങ്ങി. ടീച്ചർ കണക്കിന്റെ ടീച്ചറാണ്, പക്ഷെ കണക്കിന്റെ നിർവചനം പഠിച്ചില്ല. ടീച്ചർ തലയാളം ചോദിച്ചിട്ട് പറഞ്ഞു ബയ്യ പറഞ്ഞാരാണെന്ന്. അല്ല ടീച്ചറെ സംശയം ഇപ്പം പറഞ്ഞാൽ. ടീച്ചർ ഞാൻ ചോക്കെടുത്തിട്ട് ഏറ്റു ചെക്കല ഇതാരോട് ചോദിക്കാൻ പോയത്. ചെക്കൻ വേക്കിൽ തന്നെ പോയി. ടീച്ചർ ഹെഡ്മാസ്റ്ററോട് ചോദിച്ചു, സാർ ഒരു സംശയം ചെക്കൻ്റെതാ. എന്താ? കണക്ക് എന്നാൽ എന്ത്? ഹെഡ്മാസ്റ്റർ പറഞ്ഞു ചായ കുടിച്ച് വേഗം വരാൻ. അയാൾ മുങ്ങി. ടീച്ചർ ഓഫീസ് റൂമിന്റെ പുറത്തിറങ്ങി ചെക്കൻ മുറ്റത്ത് നിൽക്കുന്നു. ടീച്ചർ പറഞ്ഞു ശൈത്താനെ നീ വീടി എത്തിയടാ. അന്നേരം പറഞ്ഞു ടീച്ചറെ ഹെഡ്മാസ്റ്റർക്ക് ഉത്തരറിയില്ല, ചായ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ ബേജാറ്, പിള്ളേർ മുന്നിൽ ഉത്തരം മുട്ടിയ ഒരു ബേജാറ് പ്രത്യേകം ഉണ്ടാവും. അവ ഇങ്ങനെ നിൽക്കുമ്പോ അല്ല അലാക്കിന്റെ പിള്ളൂറപ്പോഴത്തെ. അപ്പൊ ടീച്ചറോട് ഇവൻ പറയാണ്ട്, ടീച്ചർ ബേജാറാവണ്ട, ഞാൻ ഉത്തരം പറഞ്ഞുതരാം, അങ്ങ് ബാക്കിയുള്ള ആൾ കുടിക്കാൻ മതിയായിരുന്നു. ടീച്ചർ വെച്ച് എന്താണ് ഉത്തരം? കണക്ക് എന്നാൽ ഒന്നും കൂട്ടാനുമില്ല ഒന്നും കുറക്കാനുമില്ല, കണക്കന്നെ. ഇതാണ് കണക്ക്. എത്ര നല്ല നിർവചനം പഠിച്ചു വെച്ചോ. മക്കളെ നാളെ സ്കൂളിൽ പോയി, മറ്റന്നാൾ സ്കൂളിൽ പോയിട്ട് ടീച്ചറോട് ചോദിച്ചാൽ മതി കണക്ക് എന്നാൽ എന്ത് കേട്ടാ. മിക്കവാറും ഞാൻ എന്നെ കൊടുങ്ങുക. കാരണം ഇവർ ചോദിക്കുന്ന ടീച്ചർമാർ ആടെ എന്നെ വിളിക്കേണ്ടത്. ഇതായ സുബീർ മാഷ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ വിളിക്കും. അപ്പോ